ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ എം ജിയുടെ പുതിയ വിൻസർ ഇ വി വന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പൊതുവെയുള്ള കൺഫ്യൂഷനാണ് ഇനിയും നമ്മൾ നെക്സോൺ ഇ വി അല്ലെങ്കിൽ പഞ്ച് ഇ വി ആ പ്രൈസ് പോയിന്റിൽ എടുക്കണോ എന്നുള്ളത്. ഈ വണ്ടിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതായത് നമ്മൾ പൈസ ഇതിന് ബാറ്ററി സബ്സ്ക്രിപ്ഷൻ പോലെ കൊടുക്കേണ്ടി വരും. 3.5 റുപ്പീസ് പെർ കിലോമീറ്റർ ആണ് എം ജിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ 9.99 ലാക്സിൽ നിന്നാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സോൺ ഇ വിയുടെ ഒറിജിനൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 14.49 ലാക്സും ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് 12.49 ലാക്സും ആണ്. നമുക്ക് എന്തായാലും വിൻസോർ ഇ വിയിൽ നെക്സോൺ ഇ വി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ സൈസ് നമുക്ക് പറയാം. കാരണം നെക്സോൺ ഇ വി എന്ന് പറയുമ്പോൾ സപ്പോമീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഏത് ഡയമെൻഷൻ എടുത്താലും ഈ വാഹനം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ലെങ്ത്തിൻ്റെ കേസിൽ 4295 മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനം വരുന്നത്. അതുപോലെ വിട്ട് ആണെങ്കിലും 1.85 മീറ്റേഴ്സാണ് വിൻസോർ ഇ വിയുടെ. ഹൈറ്റും കൂടുതലാണ്, 1.65 മീറ്റേഴ്സിന് മുകളിലുണ്ട്. വീൽ ബേസ് വളരെ കൂടുതലാണ്, 2.7 മീറ്റേഴ്സാണ് ഈ വാഹനം വരുന്നത്. നമുക്ക് നെക്സോൺ ഇ വിയുടെ ഒക്കെ വളരെ കുറവാണ്. അതായത് സപ്പോമീറ്റർ ആയതുകൊണ്ടും പിന്നെ അതൊരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയതുകൊണ്ടും 2.5 മീറ്റേഴ്സ് മാത്രമാണ് ആ വാഹനത്തിന് വീൽ ബേസ് വരുന്നത്. ഈ വണ്ടിയുടെ 200 മില്ലിമീറ്റേഴ്സോളം കൂടുതലാണ്. ഇനി നമ്മളല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനം വരുന്ന സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം വീൽ ബേസ് വലിച്ചു കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു അപ്ഗ്രേഡ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ബാറ്ററി സൈസാണ്. നമുക്ക് നെക്സോൺ ഇ വി 2 വേർഷൻസിൽ അവൈലബിൾ ആണ്. മീഡിയം റേഞ്ച് ഉണ്ട്, ലോങ് റേഞ്ച് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മീഡിയം റേഞ്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലോങ് റേഞ്ച് നെക്സോൺ ഇ വി എടുക്കുകയാണെങ്കിൽ 40.5 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഉണ്ട്. പക്ഷേ മീഡിയം റേഞ്ചിൽ 30.5 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. വിൻസോർ ഇ വിയിൽ അവിടെ കൊടുക്കുന്നത് 38 കിലോവാട്ട് അവർ ബാറ്ററി പാക്കാണ്. അതായത് നെക്സോണിൻ്റെ ഓൾമോസ്റ്റ് ലോങ് റേഞ്ച് മോഡൽ കിട്ടുന്ന സൈസിലെ ബാറ്ററി പാക്കാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ മോഡൽ മുതൽ അവർ തരുന്നത്. പിന്നെ റേഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. ക്ലെയിംഡ് റേഞ്ച് ഇതുവരെ ഇതിന് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് 331 കിലോമീറ്റേഴ്സ് ആണ് ചൈനീസ് സൈക്കിളിൽ അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതൊട്ടും മോശമല്ല. കാരണം ചൈനീസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്. 38 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ആണെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും 250 to 300 കിലോമീറ്റേഴ്സിന് അടുത്ത റേഞ്ച് നമുക്ക് മിനിമം കിട്ടിയിരിക്കും. നെക്സോൺ ഇ വിയിൽ തന്നെ ഈ 30 കിലോവാട്ട് അവർ ബാറ്ററി വെച്ച് വരുന്ന മോഡലിൽ ആൾക്കാർ പറയുന്ന 200 കിലോമീറ്റേഴ്സൊക്കെയാണ് മാക്സിമം റേഞ്ച്. നിങ്ങളിപ്പോൾ അത്രയും ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 220-230 ഒക്കെ കിട്ടും. പക്ഷേ അതിന് മുകളിൽ കിട്ടാൻ പാടാണ്. നെക്സോൺ ഇ വിയുടെ ലോങ് റേഞ്ചിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ 250 to 300 റേഞ്ചൊക്കെ കിട്ടുന്നത്. ഇനി എന്തായാലും നമുക്ക് ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് നെക്സോൺ ഇ വി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കും നെക്സോൺ ഇ വി ഒരുപാട് ഫീച്ചറുകളോടായിരിക്കുന്നത്. പക്ഷേ എം ജി ഈ വാഹനം അതിലും കൂടുതൽ ഫീച്ചേഴ്സ് വെച്ചാണ് ഇറക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ നമുക്ക് ഇതിനകത്ത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. നെക്സോൺ ഇ വിയിൽ മാക്സിമം നമുക്ക് 16 ഇഞ്ച് വരെ സൈസ് പോകുന്നുള്ളൂ. ഇതിൻ്റെ 2 ഇഞ്ച് കൂടുതലാണ്. ഈവൻ 17 വരെ ആയിരുന്നതിനും കുഴപ്പമില്ല. ഇതിൻ്റെ ബേസ് മോഡൽ വരെ അവർ 17 ഇഞ്ച് വീൽസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നെക്സോൺ ഇ വിയിൽ ഓൾറെഡി പറഞ്ഞു മാക്സിമം വരുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെയും ബേസ് മോഡൽ അവർ 16 തന്നെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും സൈസ് ടയറിൻ്റെ കാര്യത്തിൽ അതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതും സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ XUV 700 ഒക്കെ ടോപ്പ് എൻഡിൽ കാണില്ലേ, അതുപോലത്തെ ഡോർ ഹാൻഡിൽസ് ആണ്. തന്നെ പോപ്പ് ഔട്ട് ചെയ്ത് വരും. ഈവൻ ഈ അടുത്ത് വന്ന് ടാറ്റയുടെ കർവിൽ പോലും നമ്മൾ മാനുവലായിട്ട് അകത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വണ്ടിയുടെ ബേസ് മോഡലിൽ കർവ് പോലത്തെ ഡോർ ഹാൻഡിൽസ് ആണ്. പക്ഷേ ബാക്കി 2 വേരിയൻസ് മോഡലുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വലിയ അപ്ഗ്രേഡ് വരുന്നത് ഇതിൻ്റെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് 15.6 ഇഞ്ച് സൈസുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് കിട്ടുന്നത്. നെക്സോൺ ഇ വിയിൽ 12.3 ഇഞ്ചാണ് മാക്സിമം സൈസ് വരുന്നത്. അതുകൊണ്ട് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. ഇത്രയും വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒരു സാധാരണ കാറിൽ വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെനിക്കറിയില്ല, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്കിപ്പോൾ നടുവിൽ വലിയൊരു TV വേണം എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. TV വിത്ത് ടച്ച് സ്ക്രീൻ. ഓക്കെ, ഇനി അടുത്ത ഒരു അപ്ഗ്രേഡ് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ സീറ്റ്സ് ആണ്. നമുക്ക് സോഫ സീറ്റ്സ് ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതായത് ഓൾമോസ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏകദേശം നമ്മൾ സോഫയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടുന്ന സീറ്റ്സ് ആണ്. ലെതർ ഫിനിഷ് തന്നെയാണ്. അത് നെക്സോൺ ഇ വിയിലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ്സിൽ നമുക്ക് 135 ഡിഗ്രി വരെയുള്ള റിക്ലൈൻ അവൈലബിൾ ആണ്. നെക്സോൺ ഇ വി നമുക്ക് സീറ്റ്സ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനേ ഇല്ല. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് വളരെയധികം റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ക്രെറ്റ പോലുള്ള വാഹനങ്ങളിൽ, അതുപോലെ ടാറ്റയുടെ പുതിയ കർവിലൊക്കെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്താണ് ഈ വാഹനത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ കിട്ടുന്നത്. നെക്സോൺ ഇ വിയിൽ 2 എണ്ണേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഒരു വലിയ പാനറോമിക് ഗ്ലാസ് റൂഫ് അവൈലബിൾ ആണ്. ഇത് തുറക്കൊന്നുമില്ല, സൺ റൂഫ് അല്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ക്യാബിനിൽ നല്ല എയറി ഫീലിംഗ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ബ്ലൈൻഡ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൺലൈറ്റ് ക്യാബിൻ്റെ അകത്തേക്ക് കിട്ടും. നിങ്ങൾക്ക് പുറത്തേക്ക് തലവന്നിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. അതൊരു ചെറിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം നമുക്ക് ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇതാണ് ഏറ്റവും നല്ലത്. അകത്തേക്ക് പൊടിയും കയറില്ല, അത്യാവശ്യം നല്ല വെളിച്ചവും കയറും. പിന്നെ അടുത്ത അപ്ഗ്രേഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് അവൈലബിൾ ആണ്. അത് ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഉണ്ട്. ഡ്രൈവറിൽ നമുക്ക് 6 ഇലക്ട്രിക് സീറ്റ്സ് ആണ് വരുന്നത്.
ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കേസ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റിയാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സോൺ EVയിൽ അങ്ങനെ ഡാഷ്ബോർഡിൽ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് പോർഷനും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്ത് നമുക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് AC കൺട്രോൾസ് ഒക്കെ നമുക്ക് സാധാരണ എന്ന് വെച്ചാൽ മാനുവൽ AC അല്ല, ഓട്ടോ AC തന്നെയാണ്. പക്ഷെ എന്നാൽ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെ ഉണ്ട്, മറ്റേതുപോലെ ടച്ച് അല്ല. പിന്നെ അടുത്തൊരു വലിയ പ്ലസ് പോയിന്റ് വരുന്നത് ഈ വാഹനത്തിൻ്റെ സ്പേസ് ആണ്. നെക്സോൺ EV 4 മീറ്റേഴ്സിന് താഴെ ആയതുകൊണ്ടും എൻ്റെ വീൽ ബേസ് എന്ന് വെച്ചാൽ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാറ്റ്ഫോം കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് അത്ര നല്ലൊരു കംഫർട്ട് ആ വാഹനത്തിൽ കിട്ടില്ല, സ്പേസും കുറവാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് ഫ്ലോറൊക്കെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. അതിന് പുറമേ തന്നെ ഇഷ്ടംപോലെ സ്പേസ് അവൈലബിൾ ആണ് നമ്മൾ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന മറ്റുള്ള EVs വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഈവൻ ബൂട്ട് സ്പേസിലും വലിയ വ്യത്യാസമാണ് വരുന്നത്. 605 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. നെക്സോൺ EVയിൽ 350 ലിറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡബിളിൻ്റെ അടുത്ത് വ്യത്യാസം ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് 250 ലിറ്റേഴ്സിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട്. അതൊരു വലിയ ഡിഫറൻസ് ആണ്. എഗെയിൻ ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ബൂട്ട് വരുന്നതും ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ റിലയബിലിറ്റി ആണ്. ഇതെങ്ങനെ പറയും എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ MGയുടെ EVസിൽ നിന്നും ടാറ്റയുടെ EVസിന് വരുന്ന പോലെ കുറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കൊമറ്റ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ZS EV എടുക്കുകയാണെങ്കിലോ ഈ വാഹനങ്ങളൊന്നും ടാറ്റയിൽ വരുന്ന പോലെ ഇലക്ട്രിക്കൽ ഗ്ലിച്ചോ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നമുക്ക് ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിലേക്ക് ആക്കാൻ പറ്റില്ല, ന്യൂട്രിൽ നിന്ന് ഡ്രൈവിലേക്ക് ആക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അടിച്ചു പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കേസിലും വലിയ പ്രശ്നമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ക്വാളിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിലും ഞാൻ ക്വാളിറ്റിയുടെ കേസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഫിറ്റ് ആൻഡ് ഫിനിഷ്, പാനൽ ക്യാപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഈ വണ്ടി കുറച്ചും കൂടെ മുന്നിലാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റൊരു വേരിയൻ്റെ പ്രൈസ് മാത്രമേ നമുക്ക് ഇപ്പോഴും അറിയുള്ളൂ. 9.99 lakhs എന്നാണ് ഇതിൻ്റെ എക്സൈറ്റ് എന്ന് പറഞ്ഞ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് 2 വേരിയൻസും കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. എന്നാലും പുറത്ത് വരികയാണെങ്കിൽ തന്നെ 14 lakhsനുള്ളിലൊക്കെ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തീരേണ്ടതാണ്. ഇപ്പോൾ 9.99 lakhs ആണല്ലോ, 4 ലക്ഷം രൂപയ്ക്ക് കൂടാനുള്ള അത്രയും ഫീച്ചേഴ്സ് ടോപ്പ് എൻഡിലുള്ളൂ. കാരണം ബേസ് മോഡലിൽ തന്നെ ഇവർ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. ഇതിൻ്റെ ബാറ്ററി പാക്ക് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. അതിനെപ്പറ്റിയുള്ള റണ്ണിങ് കോസ്റ്റ് ഒക്കെ ഞാൻ നെക്സോൺ EVയുടെ കേസിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ എന്തായാലും നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പം നേരെ നെക്സോൺ EVയിലേക്ക് ചാടാം. വിൻസോർ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെക്സോൺ EVയുടെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഡയമെൻഷൻസിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി മറ്റതിൽ പറഞ്ഞായിരുന്നു. ഏതൊരു ആസ്പെക്റ്റ് എടുക്കുകയാണെങ്കിലും ഈ വണ്ടി മറ്റതിലും ചെറുതാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള യൂസ്ഫുൾ ഫീച്ചേഴ്സ് എല്ലാം മറ്റതിൻ്റെ അകത്തുണ്ട്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ അഡീഷണൽ വരുന്നത് നമ്മുടെ ഇലൂമിനേറ്റഡ് ടാറ്റ ലോഗോ ആണ്. നടുവിൽ ടാറ്റയുടെ ലോഗോ ഒക്കെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അത് മറ്റേ വണ്ടിയിൽ ഡിജിറ്റലൈസ്ഡ് അല്ല എന്നുള്ളൂ. സ്റ്റിയറിംഗ് വീലൊക്കെ 2 സ്പോക്കാണ്, ഇതിൻ്റെ അകത്തും 2 സ്പോക്കാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒക്കെ വരുന്നൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. അതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ 10.25 ഇഞ്ചാണ് വരുന്നത്. മറ്റതിൽ നമുക്ക് 8.8 ഇഞ്ചസിൻ്റെ സൈസാണ് വരുന്നത്. ബേസ് മോഡലാണെങ്കിൽ 7 ഇഞ്ചാണ് സൈസ് വരുന്നത്. അതായത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് കുറച്ചും കൂടെ സൈസ് കൂടുതലാണ്. പിന്നെ അടുത്ത നമുക്ക് ഈ വാഹനത്തിൽ റിയർ വൈപ്പർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അത് മറ്റേ വണ്ടിയിൽ ഒരു വലിയ പ്രശ്നമാണ്, എൻ്റെ അകത്ത് ഒരു ബാക്കിൽ വൈപ്പർ കൊടുക്കാത്തത്. അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് നമുക്ക് ഹിഡൻ വൈപ്പേഴ്സ് ആണ് വരുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനും പറ്റില്ല, കാരണം സ്പോയിലറിൻ്റെ അകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് നല്ല രസമുള്ളൊരു ഫീച്ചറാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് വരുന്ന ഓപ്പണബിൾ സൺറൂഫ് ആണ്. സംഭവം വളരെ ചെറിയൊരു സിംഗിൾ പെയിൻ സൺറൂഫ് ആണെങ്കിലും അത് നമുക്ക് തുറക്കാം. അതിന് ഗ്ലാസ് ബാക്കിലോട്ട് പോകും. നിങ്ങൾക്ക് ഇനി തലയാക്കിയിട്ട് അഭ്യാസമൊക്കെ കാണിക്കണമെങ്കിൽ കാണിക്കാം. ഒട്ടും സേഫ് അല്ലാത്ത പരിപാടിയാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഇത് തുറന്നിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് മഴ അകത്ത് കയറാം, അതുപോലെ പൊടി അകത്ത് കയറാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ തുറക്കുന്ന സൺറൂഫാണ് ഇഷ്ടമെങ്കിൽ ഈ വണ്ടി നമുക്ക് അത് കിട്ടും. ഇനി അടുത്ത പ്ലസ് പോയിന്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വെഹിക്കിൾ ടു വെഹിക്കിൾ അതുപോലെ വെഹിക്കിൾ ടു ലോഡിൻ്റെ കൺട്രോളാണ്. ഇത് മറ്റേ വണ്ടിയിലില്ല, പക്ഷേ ഇതൊരു നല്ല ഫീച്ചറാണ്. നമ്മളിത് ആദ്യം കിയയുടെ EV6 കണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വണ്ടി വെച്ച് വേറൊരു ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മറ്റേ വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു എന്തെങ്കിലും ചെറിയ പാർട്ടിയൊക്കെ നടത്തുകയാണ്, എന്തെങ്കിലും ചെറിയൊരു വീടൊക്കെ പവർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ടാറ്റ ഈ ഒരു വാഹനത്തിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കർവിൽ കൊടുത്തു. ഈവൻ നമ്മുടെ പഞ്ചിലൊക്കെ അത് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പവറാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽ എടുക്കുകയാണെങ്കിൽ 140 bhp 215 Nm ടോർക്കാണ് വരുന്നത്. മറ്റേ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മാക്സിമം 136 bhpയും 200 Nm ടോർക്കുമാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇതൊരു ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മീഡിയം റേഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 129 bhpയും 215 Nm ടോർക്ക് മാത്രമേ വരുന്നുള്ളൂ. സോ ഓൺ പേപ്പർ ഫിഗേഴ്സിൽ മറ്റേ ആക്സലറേഷൻ നമ്പേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നെക്സോൺ EV മീഡിയം റേഞ്ച് ആണെങ്കിൽ 10 സെക്കൻഡ്സും 0 to 100 എത്താൻ, അതുപോലെ ലോങ് റേഞ്ച് ആണെങ്കിൽ 9 സെക്കൻഡ്സ്
ആണ് 0-100 എത്താനായിട്ട് എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പവറിൻ്റെ കേസ്. പിന്നെ റണ്ണിങ് കോസ്റ്റിൻ്റെ കേസ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം നെക്സോൺ EV നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ഓടിക്കാനായിട്ട് ടാറ്റയ്ക്ക് അഡീഷണൽ പൈസ കൊടുക്കണ്ട. ചാർജിങ്ങിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഇനി നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഈ വണ്ടി ഫ്രീ ആയിട്ട് ഓടിക്കുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ മറ്റേ വണ്ടിയുടെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ 1 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ അതിന് 3.5 രൂപ MGക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 35,000 രൂപ അതിൽ MGക്ക് ആയിരിക്കും പോകുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 3.5 ലക്ഷം രൂപ MGക്ക് ആയിരിക്കും പോകുന്നത്. ഇത് നമ്മളൊരു പെട്രോൾ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു ഡിഫറൻസ് ആയി വരുന്നില്ല. പക്ഷേ നിങ്ങളൊരു വേറൊരു ഇലക്ട്രിക് വാഹനം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതൊന്നും സോളാറൊന്നും ഇല്ലെങ്കിൽ തന്നെ 1 to 2 rupees ആണ് നമുക്ക് പെർ കിലോമീറ്റർ മാക്സിമം കോസ്റ്റ് വരുന്നത്. മറ്റേ വണ്ടിയിൽ പക്ഷേ ചാർജിങ്ങിൻ്റെയും അതുപോലെ MGക്ക് കൊടുക്കേണ്ടതിൻ്റെയും പൈസ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 5 rupees പെർ കിലോമീറ്റർ കോസ്റ്റ് വരും. അതുകൊണ്ട് ഏകദേശം ഒരു CNG വണ്ടിയൊക്കെ ഓടിക്കുന്ന അത്രയും റണ്ണിങ് കോസ്റ്റ് നിങ്ങൾക്ക് മറ്റേ വണ്ടിയിൽ വരും. പക്ഷേ ഈ വണ്ടികൾ അതായത് ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓട്ടം കുറവാണെങ്കിലാണ്. ഒരു വർഷം ഒരു 10,000 കിലോമീറ്ററൊക്കെ ഓടുന്നുള്ളെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. കാരണം നമ്മൾ പെട്രോൾ വണ്ടിയേക്കാൾ അപ്പോഴും ഇതിൻ്റെ ചിലവ് കുറവ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഡിഫറൻസ് അത്യാവശ്യം ഉണ്ടല്ലോ, അതും പറയണം. കാരണം നെക്സോൺ EV നമ്മൾ അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ബാറ്ററിയുടെ ഒക്കെ കോസ്റ്റ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്നേ ഉള്ളൂ. മറ്റേ വണ്ടിയിൽ അവർക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് വാഹനം തരാൻ പറ്റുന്നത് ഈ ഒരു ബാറ്ററി കോസ്റ്റ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ 3.5 ലക്ഷം രൂപ അഡീഷണൽ കൊടുത്താലും 11.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസ് മോഡൽ ഓൺ റോഡ് വരുന്നത്. ആ 11.5 ലക്ഷം രൂപയുടെ 3.5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാണ് ആവുന്നത്. അത്രയും നിങ്ങൾ ഒരു മീഡിയം റേഞ്ച് നെക്സോൺ EVയുടെ ഒക്കെ ടോപ്പിന് എടുക്കുകയാണെങ്കിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓൾറെഡി. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സോൺ EVയുടെ പ്രൈസ് നോക്കിയേക്കാം. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12.49 to 16.49 lakhs വരെയാണ്. പക്ഷേ അത് ഒക്ടോബർ 31 വരെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പ്രൈസ് കിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ സാധാരണ പ്രൈസിലേക്ക് പോകും ഇന്ന് ടാറ്റ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഓൾമോസ്റ്റ് കെർവിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് ആണ്. അവരെന്തെങ്കിലുമൊക്കെ ഓഫേഴ്സൊക്കെ കൊടുത്തും പിന്നെയും അതൊക്കെ പ്രൈസ് കുറയ്ക്കുമായിരിക്കും. സാധാരണ പ്രൈസ് നെക്സോൺ EVയുടെ വരുന്നത് 14.49 lakhs മീഡിയം റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ 19.29 lakhs ലോങ് റേഞ്ച് മോഡൽ വരെ പോകുന്നതാണ്. ഓക്കെ, സോ വിൻസോർ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും പ്രൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. മറ്റതിൻ്റെ പ്രൈസ് 2 വേരിയൻസിന് വന്നിട്ടില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ വന്നാലും ഓൾറെഡി നമുക്കൊരു 13-14 lakhs വരെയൊക്കെയാണ് മിക്കവാറും ഒക്കെ എൻ്റെ മാക്സിമം എക്സ്ഷോറൂം പ്രൈസ് പോകാനുള്ള ചാൻസ് ഉള്ളത്. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടാറ്റ നെക്സോൺ EVയും അതുപോലെ MG വിൻസോർ EVയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വാഹനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.